ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2026 ടൈപ്പിസ്റ്റ് യോഗ്യത നേടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വലിയ അവസരത്തിന്റെ വർഷം കൂടിയാണ്. അതായത് നിരവധി അവസരങ്ങളാണ് ഈ ഒരു 2026 ടൈപ്പിസ്റ്റ് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 2026 ആദ്യം തന്നെ, അതായത് 2025 ഡിസംബർ മാസം തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന LD ടൈപ്പിസ്റ്റ് വേരിയസ് എന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് ടൈപ്പിസ്റ്റ് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ടൈപ്പിസ്റ്റ് വേരിയസ് നോട്ടിഫിക്കേഷൻ 2025 ഡിസംബർ മാസം അവസാനം ഉണ്ടാവും. 2026 അതിൻ്റെ എക്സാം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പിസ്റ്റ് വേരിയസ് എന്ന ആ ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിക്കുന്ന മുൻ വർഷങ്ങളിലെ ടൈപ്പിസ്റ്റ് വേരിയസിന്റെ നിയമന നിലയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം നമുക്ക് ഈ ടൈപ്പിസ്റ്റ് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വലിയ ആശങ്കയായിരുന്നു, ഇനി ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമോ? ഇപ്പൊ PSC ഒരു ബോർഡ് യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ ആ ഒരു സർക്കുലർ നമ്മൾ എല്ലാവരും കണ്ടു. അപ്പൊ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്ന കാര്യം ഏകദേശം 100% നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഉദ്യോഗാർത്ഥി, ഒരു ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് അറിയേണ്ടത്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഈ ഒരു ടൈപ്പിസ്റ്റ് വേരിയസ് എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക. 2025 ഡിസംബറിൽ വന്നാലും എക്സാം 2026 കൂടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പോസ്റ്റ് എന്താണ്, ഈ പോസ്റ്റ് എന്ന് നോക്കാം. അതായത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് LD ടൈപ്പിസ്റ്റ് എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര്. വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, അതായത് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ജോലി ലഭിക്കാം എന്നതാണ് വേരിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതായത് ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും എക്സാംസിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജില്ലയിലായിരിക്കും നമുക്ക് ജോലി സാധ്യത. ജോലി നമുക്ക് കിട്ടുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജില്ലയിലായിരിക്കും. അപ്പം ജില്ല തിരഞ്ഞെടുക്കുക എന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ, മക്കളെ ഇത് LD ടൈപ്പിസ്റ്റ് എന്നാണ് ഈ നോട്ടിഫിക്കേഷന്റെ പേര്. അപ്പൊ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് നമ്മൾ SSLC ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് SSLC ക്വാളിഫിക്കേഷൻ നിർബന്ധമായും ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ നമ്മുടെ KGT, കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് KGT മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതായത് KGT മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ നിങ്ങൾ പാസ്സായിട്ടുള്ളവരായിരിക്കണം. ലോവർ മെൻഷൻ ചെയ്യുന്നു, ലോവർ പാസ്സാവണമെന്നേ പറയുന്നുള്ളൂ. നെക്സ്റ്റ്, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് കമ്പൽസറി ആയിട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. അതും കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലന്റ്. അപ്പൊ ഈ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ലോവർ ഗ്രേഡ് പാസ്സായിരിക്കണം. ഒപ്പം തന്നെ എന്തും വേണം, മലയാളത്തിലും ഇംഗ്ലീഷിലും വേർഡ് പ്രോസസ്സിംഗ്, അതായത് നിങ്ങൾ ഒരു KGT പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ടൈപ്പ് റൈറ്റിംഗിന്റെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഈ വേർഡിന്റെ മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അതിന്റെയും എക്സാം ഉണ്ടാവും. ഇത് രണ്ടും പാസ്സാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കാണ് അവിടെ സർട്ടിഫിക്കറ്റ് KGT ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഈ 2 ക്വാളിഫിക്കേഷനും ഉണ്ടോ? അതുപോലെ തന്നെ VHSC ചില പ്രത്യേക സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ളവർക്കും നമുക്ക് എന്ത് ചെയ്യാം, യോഗ്യത ഇല്ലെങ്കിൽ ഇക്വാലന്റ് എന്ന രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാം എന്നുണ്ട്. അത് ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് പരിശോധിച്ചിട്ട് അത് കൃത്യമായി പറയാൻ പറ്റും. അപ്പം നിലവിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ ഉറപ്പായും അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ ഹയർ ക്വാളിഫിക്കേഷൻ ഇവിടെ ചോദിക്കുന്നില്ല. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ഹയർ എടുത്തവരാണെങ്കിൽ ഓക്കെ, ക്വാളിഫിക്കേഷൻ ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ നമുക്ക് ഈ പറയുന്ന 3 ക്വാളിഫിക്കേഷൻ മാത്രം മതി എന്ന കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവര് സന്തോഷത്തോടു കൂടി ഇരിക്കുക. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ ജില്ല തിരഞ്ഞെടുത്ത് ആപ്ലിക്കേഷൻ അയക്കാം. ഓക്കെ മക്കളെ, ശ്രദ്ധി. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് എനിക്ക് കരുതാം.
അപ്പൊ നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാം. അടുത്തൊരു ഏരിയയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് മാർക്ക്, അഡ്വൈസ് ഡീറ്റെയിൽസ്, നമ്പർ ഓഫ് മെയിൻ ലിസ്റ്റ് കാൻഡിഡേറ്റ്സ്. അതായത് ഓരോ ജില്ല തിരിച്ചുള്ള കട്ട് ഓഫ് മാർക്ക്, മെയിൻ ലിസ്റ്റിൽ എത്ര ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിരുന്നു, എത്ര പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു. അടുത്ത നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം അപ്ലൈ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി അവന്റെ റിസർവേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തിയിട്ട് മാത്രമേ ജില്ല തിരഞ്ഞെടുക്കാവുള്ളൂ. കാരണം സാമാന്യം നല്ല രീതിയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കും. കാരണം കുറച്ചു പേരെ എഴുതുന്നുള്ളൂ, കുറച്ചു പേരുടെ ലിസ്റ്റാണ് ഇടുന്നത്. പക്ഷേ നിങ്ങളെ ലിസ്റ്റിൽ കയറിയാൽ, ഒരു പകുതിക്കുള്ളിൽ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ നിലവിലെ നിയമന നില അനുസരിച്ച് നമുക്ക് ജോലി കിട്ടും. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു LD ടൈപ്പിസ്റ്റ് പോസ്റ്റൊക്കെ അബോളിഷ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, കാരണം ഈ ഒരു യോഗ്യത നേടിയവർക്ക് മാത്രമേ കമ്പ്യൂട്ടറിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മുടെ LD ടൈപ്പിസ്റ്റിനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യില്ല, മാറ്റില്ല. അപ്പം അവര് നമ്മളെ എക്സാം നടത്തി നമ്മുടെ ലിസ്റ്റ് ഇങ്ങനെ ലൈവിൽ ഇട്ടിരിക്കും. കാരണം ആവശ്യമായി വന്നാൽ നമ്മളെ എന്ത് ചെയ്യാൻ വേണ്ടി, അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ നമുക്ക് കുറച്ചൊരു ഏരിയ മാത്രമേ പഠിക്കാനുള്ളൂ എന്നതുകൊണ്ട് തന്നെ കൃത്യമായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഓരോ ജില്ല തിരിച്ചുള്ള കട്ട് ഓഫ് മാർക്കും മെയിൻ ലിസ്റ്റിൽ അതിൽ എത്ര അഡ്വൈസ് നടന്നു തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇതിനു മുമ്പ് നടന്ന, അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന LD ടൈപ്പിസ്റ്റിന് മുമ്പ് നടന്ന നോട്ടിഫിക്കേഷനിൽ എക്സാം എഴുതിയ കുട്ടികൾക്ക് എത്ര മാർക്കായിരുന്നു കട്ട് ഓഫ്? 63 മാർക്കായിരുന്നു കട്ട് ഓഫ്. എത്ര മാർക്കായിരുന്നു? 63.33 മാർക്കായിരുന്നു കട്ട് ഓഫ്. ശ്രദ്ധിക്കണം, അവിടെ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 220ഓളം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിരുന്നു. നിലവിൽ 112 ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ്, അതായത് അവർക്ക് നിയമനം ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. അഡ്വൈസ് അയച്ചവരാണെങ്കിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കും. അപ്പൊ 112 എന്ന ആ ഒരു സംഖ്യ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നിലവില് ഇന്നത്തെ ഈ ഒരു ദിവസം നടന്ന നിയമനങ്ങൾ വരെയുള്ള കണക്കാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് കൊല്ലം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 53.33 ആയിരുന്നു. കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 55.33. മെയിൻ ലിസ്റ്റിൽ 121 ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി. അതിൽ 50 പേർക്ക് ഇതുവരെ നിയമനം ലഭിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, കൊല്ലം ജില്ലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് പത്തനംതിട്ട ജില്ല എടുത്തു കഴിഞ്ഞാൽ അവിടെ കട്ട് ഓഫ് മാർക്ക് 56.67 ആയിരുന്നു. 100 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് അവിടെ പബ്ലിഷ് ചെയ്തത്. ആ 100 പേരുടെ മെയിൻ ലിസ്റ്റിൽ 42 പേർക്ക് നിയമനം ലഭിച്ചു. മക്കളെ, ഇവിടെ ഞാൻ നിയമനത്തിന്റെ എണ്ണം പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം മെയിൻ ലിസ്റ്റിന് ആനുപാതികമായ ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ റിസർവേഷനിൽ സപ്ലിമെന്ററിയിൽ നിന്നും കയറിപ്പോയവരും ഈ എണ്ണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയാണ് മെയിൻ ലിസ്റ്റിന്റെ മാത്രം കൗണ്ടിങ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് ആണ്. ആലപ്പുഴ ജില്ലയിൽ 53 ആയിരുന്നു കട്ട് ഓഫ്. 98 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഇട്ടത്. അതിൽ 45 പേർക്ക് നിയമനം ലഭിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 56 ആയിരുന്നു. 119 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ്. അതിൽ 51 പേർക്ക് ഇതുവരെ നിയമനവും ലഭിച്ചു. നെക്സ്റ്റ് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കായിരുന്നു. 165 പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു അവിടെ പബ്ലിഷ് ചെയ്തത്. അതിൽ 92 പേർക്ക് നിയമനം ലഭിക്കുകയും ചെയ്തു. ഇനി ഇടുക്കി ജില്ലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ 57.33 ആയിരുന്നു കട്ട് ഓഫ്. 114 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തത്. അതിൽ 56 പേർക്ക് നിയമനവും ഇതുവരെ ലഭിച്ചു. നെക്സ്റ്റ് തൃശ്ശൂർ ജില്ല എടുത്തു കഴിഞ്ഞാൽ 56.67 ആയിരുന്നു കട്ട് ഓഫ്. 56.67 ആയിരുന്നു കട്ട് ഓഫ്. 130 പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു. 130 പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു. 57 പേർക്ക് ഇതുവരെ നിയമനവും ലഭിച്ചു. നെക്സ്റ്റ് പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് 54.33.
115 പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു. നിലവിൽ ഇതുവരെ 47 പേർക്ക് നിയമനം ലഭിച്ചു. നെക്സ്റ്റ് മലപ്പുറം ജില്ല എടുത്തു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ 56.33 കട്ട് ഓഫ്. 122 പേരാണ് മെയിൻ ലിസ്റ്റിൽ. 49 പേർക്ക് ഇന്ന് ഇതുവരെ നിയമനവും ലഭിച്ചു. നെക്സ്റ്റ് കോഴിക്കോട് ജില്ല എടുത്തു കഴിഞ്ഞാൽ 58 മാർക്ക് 58.33 മാർക്കാണ് കട്ട് ഓഫ്. 137 പേരുടെ മെയിൻ ലിസ്റ്റ്. 58 പേർക്ക് നിലവിൽ നിയമനം ഇതുവരെ ലഭിച്ചു. നെക്സ്റ്റ് വയനാട് ജില്ല എടുത്തു കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ 53.67 ആണ് കട്ട് ഓഫ്. 81 പേരുടെ മെയിൻ ലിസ്റ്റ്. 26 പേർക്ക് ഇന്ന് ഇതുവരെ നിയമനം ലഭിച്ചു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ല എടുത്തു കഴിഞ്ഞാൽ 55.67 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. 113 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ്. 52 പേർക്ക് നിയമനം ലഭിച്ചു. നെക്സ്റ്റ് കാസർഗോഡ് ജില്ല എടുത്തു കഴിഞ്ഞാൽ 55.33 കട്ട് ഓഫ്. 64 പേരുടെ മെയിൻ ലിസ്റ്റ്. 25 പേർക്ക് നിലവിൽ ഇതുവരെ നിയമനം ലഭിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക്, മെയിൻ ലിസ്റ്റ്, അതുപോലെ തന്നെ നിലവിൽ ഇതുവരെ നടന്ന അഡ്വൈസ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഒന്ന് വിശകലനം ചെയ്യണം. നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് നോക്കണ്ട, നന്നായി പഠിച്ചാൽ ഈ കട്ട് ഓഫ് മാർക്ക് എവിടെയാണെങ്കിലും ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റും. നിയമന നില ഒന്ന് പരിശോധിക്കുക. ആ നിയമന നിലയുടെ അടിസ്ഥാനത്തിൽ വേണം ജില്ല തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്താൻ. അത് വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം ഒരുപക്ഷെ ഇത്തവണ നല്ല നിയമനം നടന്ന ഒരു ജില്ലയിൽ തൊട്ടടുത്ത വർഷം നിയമനം സാധ്യമാണ്. അതായത് ഓഫീസുകൾ കൂടുതലുള്ള ജില്ലയാണോ എന്ന ഒരു വിലയിരുത്തൽ കൂടി നടത്തിയിട്ടേ ആ ജില്ല തിരഞ്ഞെടുക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ലിസ്റ്റിന് കാലാവധി കംപ്ലീറ്റ് ആയിട്ടില്ല. ലിസ്റ്റ് കാലാവധി ഇനിയുമുണ്ട്. 2027 ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാവും. അപ്പൊ ആ സമയത്തിനിടയിൽ ഈ മെയിൻ ലിസ്റ്റിലുള്ള മറ്റു കുറച്ച് പേർക്ക് കൂടി സപ്ലിയിൽ ആനുപാതികമായിട്ട് സപ്ലിയിലുള്ളവർക്കും നിയമനം കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഇനിയും നിയമനം നടക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഈ ലിസ്റ്റ് കട്ടായാൽ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ ലിസ്റ്റ് വരുന്ന രീതിയിലാണ് PSC ഈ ഒരു എക്സാം ഇപ്പോൾ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യവും മനസ്സിലാക്കുക. അപ്പൊ ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കണം എന്നതാണ് ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കട്ട് ഓഫ് മാർക്കിൽ, അതുപോലെ തന്നെ നിയമനം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ജില്ല തുടങ്ങിയത് നോക്കിയിട്ട് വേണം. ഞാൻ പ്രത്യേകിച്ച് ഒരു ജില്ല എടുത്ത് പറയുന്നില്ല, നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് നോക്കണം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇവിടെ നിന്ന് കിട്ടണം. ഓക്കെ, നമുക്കിനി നോക്കേണ്ടത് ഈ ഒരു എക്സാമിന്റെ, ഈ ഒരു ടൈപ്പിസ്റ്റ് എക്സാമിന്റെ സിലബസ് എന്താണ്. സിലബസ് നമുക്കറിയാം. നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി പഠിച്ചാലും ദേവസ്വം ബോർഡ് ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾ ഫ്യൂച്ചറിൽ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ എക്സാമിന്റെ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഉടൻ തന്നെ വിളിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ടൈപ്പിസ്റ്റ് യോഗ്യത നേടിയവർ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. ജോലി കിട്ടാൻ വേണ്ടി പല പല നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴേ നമ്മൾ പഠിച്ചാൽ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായ ഒരു റിവിഷനിലേക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പൊ നോക്കിയേ, ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ചാണ് പറയുന്നത്. LD ടൈപ്പിസ്റ്റ് ആണെങ്കിലും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണെങ്കിലും സ്റ്റെനോഗ്രാഫർ ആണെങ്കിലും ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രഫി ആണെങ്കിലും ഒക്കെ ഈ ഒരു സെയിം സിലബസിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ജനറൽ നോളജിന്റെ ഭാഗത്ത് നിന്ന് 10 മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. വെറും 10 മാർക്കിന്റെ ജനറൽ നോളജ് പ്ലസ് കറണ്ട് അഫേഴ്സ്, വെറും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതിൽ 1 മാർക്കിനൊക്കെ ആയിരിക്കും കറണ്ട് അഫേഴ്സിൽ നിന്ന് ചോദ്യം വരുന്നത്. ചിലപ്പം ചോദ്യം വന്നില്ല എന്നും വരാം. നെക്സ്റ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇത് ഉൾപ്പെടെ ഫണ്ടമെന്റൽസ് ഉൾപ്പെടെ 40 മാർക്കിന്റെ ചോദ്യം അവിടെ വരും. 40 മാർക്കിന്റെ ചോദ്യം. ഇനി ശ്രദ്ധിക്കണം, അടുത്തത് ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നിന്നും 10 മാർക്കിന്റെ ചോദ്യമാണ്. സിമ്പിളായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. നെക്സ്റ്റ് റീജിയണൽ ലാംഗ്വേജ്, അത് മലയാളം, അത് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 20 മാർക്ക്, അത് നല്ലൊരു സിലബസ് ആണ്. ജനറൽ ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നും 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെയാണ് 100 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ആ ഒരു ഏരിയ ആണ് ഞാൻ ഈ എഴുതിയിട്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു സിലബസ് ആണ് എന്ന കാര്യം നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഓരോ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ജനറൽ നോളജ് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരത്തുള്ളൂ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ പാർട്ട് 1 ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ എന്തൊക്കെയാണ് ജനറൽ നോളജിന്റെ ഭാഗത്ത് നിന്ന് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ,
ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയില്, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ് എക്സെട്ര. നെക്സ്റ്റ് ഡെമോഗ്രഫി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, പോവർട്ടി അലിവേഷൻ, എക്കണോമി ആൻഡ് പ്ലാനിങ് എക്സെട്ര. ഇനി ഹിസ്റ്ററി വന്നു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ നിന്ന് ചോദ്യം വരുന്നത് പീരീഡ് ഫ്രം 1857 ടു 1947, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ സ്വാതന്ത്ര്യം കിട്ടിയ വരെയുള്ള നാഷണൽ മൂവ്മെന്റ്. അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതികൾ. ഇനി ഫാക്ട്സ് അബൌട്ട് കേരളയിലേക്ക് വരുമ്പോൾ ഇത്രയും ഭാഗം കൊണ്ട് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ കഴിഞ്ഞു. ബേസിക്സ് ആയിരിക്കും ചോദിക്കുന്നത്, ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതൊന്നും ചോദിക്കത്തില്ല. ഫാക്ട്സ് അബൌട്ട് കേരള വരുമ്പം ഇതുപോലെ തന്നെ കേരള ജോഗ്രഫി ചോദിക്കും. അതിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയില്, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എക്സെട്ര. ഇതാണ് നമ്മുടെ GK ജനറൽ നോളജിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയാസ്. നെക്സ്റ്റ് നമ്മൾ അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ റിനേസൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടെ ഉണ്ട്, നവോത്ഥാനം. അത് കേരളത്തിലെ നവോത്ഥാനം, അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഇവന്റ്, മൂവ്മെന്റ്സ്, ലീഡേഴ്സ്. കുറെ ലീഡേഴ്സ്, അതാണ്ട് ഇത്രയും ലീഡേഴ്സ് ഉണ്ട്, നവോത്ഥാന നായകന്മാർ. ഞാൻ പേര് ഓരോരുത്തരുടെയും വായിക്കുന്നില്ല, നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കിയാൽ മതി. നമ്മൾ ജനറൽ PSCയിൽ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. നെക്സ്റ്റ് കറണ്ട് അഫേഴ്സ്, ഇമ്പോർട്ടന്റ് വേൾഡ്, നാഷണൽ ആൻഡ് റീജിയണൽ ഇവന്റ്സ് റിലേറ്റഡ് ടു ദി പൊളിറ്റിക്കൽ ആൻഡ് സയന്റിഫിക്കൽ ഫീൽഡ്, സ്പോർട്സ്, സിനിമ ആൻഡ് ലിറ്ററേച്ചർ. അപ്പൊ ഈ ഒരു ഏരിയ നോക്കുക, ഒരു മാർക്കിന്റെ ചോദ്യമാണ് കറണ്ട് അഫേഴ്സിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ കോർ ഏരിയ, 40 മാർക്കിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, വേർഡ് 2007, എക്സൽ 2007, പവർ പോയിന്റ് 2007. അതിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ലേറ്റസ്റ്റ് പെരിഫറൽസ്, ഇമെയിൽ, ബ്രൗസേഴ്സ്, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, യൂണിക്കോഡ്, വെബ്സൈറ്റ്, വിൻഡോസ്. ഇത്രയും ഭാഗത്ത് നിന്നായിരിക്കും ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഫണ്ടമെന്റൽസ്, ഇതാണ് ഫണ്ടമെന്റൽസിന്റെ കാറ്റഗറികൾ. ഇനി MS വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്, ഇത്രയും ഏരിയ, അത് ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ പഠിക്കാൻ കാണൂ. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്നും അത് കഴിഞ്ഞ് MS എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ, അതുപോലെ തന്നെ MS പവർ പോയിന്റ്, ഈ ഒരു ഭാഗമാണ് അടുത്തത് പാർട്ട് 2 വരുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ് ഞാൻ ഈ പറഞ്ഞത്, 40 മാർക്കിന്റെ ചോദ്യങ്ങൾ. നെക്സ്റ്റ് പാർട്ട് 3 ടൈപ്പ് റൈറ്റർ, ഞാൻ പറഞ്ഞു 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് റീജിയണൽ ലാംഗ്വേജ്, അതായത് മലയാളം. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ശ്രദ്ധിക്കണം, ഇവിടുത്തെ മാർക്ക് 20 മാർക്കാണ്. സാധാരണ ജനറൽ PSCക്ക് 10 മാർക്കാണെങ്കിൽ ഇവിടെ 20 മാർക്കാണ് മലയാളത്തിന്. ഇനി ഇംഗ്ലീഷിന്റെ ഭാഗം പാർട്ട് 5, ഇതും 20 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണ്. ഇവിടെ ജനറൽ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് മൊഡ്യൂൾ 1-ലും മൊഡ്യൂൾ 2-ലും, മൊഡ്യൂൾ 1-ല് കോംപ്രിഹെൻഷൻ പാസേജ്, ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിനെ ബേസ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ആ രീതിയിൽ വരും. അവിടെയും ഗ്രാമർ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ മൊഡ്യൂൾ 2-ല് എന്താണ് സെന്റൻസ് കറക്ഷൻ ആൻഡ് കറക്ഷൻ ഓഫ് ഗിവൺ പാസേജ്, അതാണ് എഡിറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പൊ ഇതും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. അത് ഇംഗ്ലീഷിൽ തന്നെ മൊഡ്യൂൾ 2-ല് ഇംഗ്ലീഷ് യൂസേജ് ആൻഡ് ഡേ ടു ഡേ അഫേഴ്സ്, അത് തന്നെ മൊഡ്യൂൾ 4-ല് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, മൊഡ്യൂൾ 5-ല് വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് ഓർഡർ. ഇതാണ് ഈ ഒരു ഇംഗ്ലീഷിന്റെ ഏരിയയിൽ. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ഇതിന്റെ ടോപ്പിക്കുകളൊന്ന് നോക്കണം കേട്ടോ, ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബേസിക്സ് ഗ്രാമർ, മൊഡ്യൂൾ 6-ലാണ് പറയുന്നത്. ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസ്, ക്ലോസ്, ഫ്രേസൽ വെർബ്സ്. നെക്സ്റ്റ് ആക്റ്റീവ് പാസീവ് വോയിസ്, മൊഡ്യൂൾ 7-ല്, മൊഡ്യൂൾ 8-ല് റിപ്പോർട്ടഡ് സ്പീച്ച്, മൊഡ്യൂൾ 9-ല് സ്പെൽ ചെക്ക്. ചിലപ്പോൾ ഈ ഒരു സ്പെൽ ചെക്കിൽ തന്നിരിക്കുന്ന ഹാട്രിക്, വാക്വം, ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കാവുന്നതും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയും ചോദിക്കും. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇംഗ്ലീഷിന്റെ ഏരിയ വലുതല്ല, ഇംഗ്ലീഷിന്റെ ഏരിയ നമ്മൾ സെപ്പറേറ്റ് ഓരോന്നിന്റെയും പേര് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും ലെങ്തി ആയി പോയത് കേട്ടോ. പിന്നെ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന കംപ്ലീറ്റ് ഏരിയ, അതായത് നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് വരെയുള്ള ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ സ്കൂൾ ടെക്സ്റ്റിനകത്ത് സിലബസിൽ ഇപ്പം ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇതിനെ സംബന്ധിച്ച് പറയുന്ന മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കണം എന്നാണ് അവസാനം നമ്മുടെ സിലബസിൽ പറയുന്നത്. അപ്പം ടൈപ്പിസ്റ്റ് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു സുവർണാവസരം തന്നെയാണ് 2026-ലെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത്.
പ്രോപ്പറായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠനം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. കാരണം മറ്റ് ജനറൽ PSC എക്സാമുകളിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ പഠിച്ചു തീർക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ചോദ്യം എക്സാമിന് വന്നാൽ നമ്മളെ പോലെ മറ്റുള്ളവർക്കും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതായത് നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യം പോലും നെഗറ്റീവിലേക്ക് പോകാതെ നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനുവേണ്ടി കൃത്യമായി പഠിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം. ഇപ്പൊ നിലവില് നമ്മുടെ CCയിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ബാച്ച് റണ്ണിംഗ് ആണ്. ഇപ്പോൾ നിലവിൽ LD ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള കൂടുതൽ ഫോക്കസിങ്ങിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആയതിനാൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കൃത്യമായ മോഡൽ എക്സാമുകൾ എഴുതി PDF നോട്ടുകൾ ലഭ്യമായി, അതുപോലെ തന്നെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പോട് കൂടി ഡേ ടു ഡേ സ്റ്റഡി പ്ലാനോട് കൂടി പരീക്ഷയ്ക്ക് ഏറെ സമയം മുമ്പ് തന്നെ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് 3, 4, 5 തവണ നമുക്കത് റിവിഷൻ ചെയ്ത് പരമാവധി PSCയുടെ ഏറ്റവും ന്യൂ ടൈപ്പ് ചോദ്യങ്ങൾ പരിചയപ്പെട്ട് പരീക്ഷാ ഹാളിലേക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി പോവാം. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് വിളിക്കാം. കൃത്യമായി നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങളെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിച്ച് കൃത്യമായ കരുതലോടുകൂടി നിങ്ങളെ നല്ല ഒരു എക്സാം പ്രിപ്പറേഷനിലൂടെ എക്സാം ഹാളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പം ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ, നോട്ടിഫിക്കേഷന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ഈ തന്നിരിക്കുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.